അടുത്തിടെ സംസ്ഥാനത്ത് ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. സംസ്ഥാനത്തെ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാനാണ് ഈ സമിതി രൂപീകരിച്ചത്. ഡോക്ടർ എം.എ. ഖാദർ ചെയർമാനും ജി. ജ്യോതിചൂഡൻ, ഡോക്ടർ സി. രാമകൃഷ്ണൻ എന്നീ അംഗങ്ങളാണ് സമിതിയിലുള്ളത്. 2ാം ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുള്ള ചില വിഷയങ്ങളാണ് സർക്കാരും അധ്യാപക സംഘടനകളും എതിർക്കുന്നത്. സ്കൂളുകളുടെ പ്രവർത്തന സമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാക്കുക, എയ്ഡഡ് മേഖലയിലെ അധ്യാപക നിയമനം PSCക്ക് വിട്ടു നൽകുക എന്നീ ശുപാർശകളിലുണ്ടാകുന്ന എതിർപ്പും വിവാദവുമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. 2022 സെപ്റ്റംബർ 22-ന് വിദ്യാഭ്യാസ മന്ത്രി സമർപ്പിച്ച റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിനു പിന്നാലെയാണ് പുറത്തുവരുന്നത്. ഈ എതിർപ്പുകളെയും വിവാദങ്ങളെയും ഭയന്നാണ് 1.5 വർഷത്തിലേറെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്. ഇതിലെ സുപ്രധാനമായൊരു നിർദ്ദേശമാണ് സ്കൂളിൽ രാഷ്ട്രീയം അനുവദിക്കണമെന്നത്. 12ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥി വോട്ടവകാശമുള്ള പൗരനാവുമെന്നതിനാൽ സമൂഹത്തിലെ എല്ലാവിധ സാമൂഹിക ചലനങ്ങളിലും ഭരണഘടനാ നിർദ്ദേശങ്ങൾക്കും വിധേയനായി പങ്കെടുക്കാനും ജീവിതം നയിക്കാനുമുള്ള പരിശീലനത്തിനുമുള്ള കാലഘട്ടമായി സ്കൂൾ കാലം മാറണമെന്ന് സമിതി നിരീക്ഷിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് സ്കൂളിൽ രാഷ്ട്രീയം വേണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശ ചെയ്തത്. 2003-ൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയിലൂടെ നിരോധിച്ച വിദ്യാർത്ഥി രാഷ്ട്രീയം തിരിച്ചു കൊണ്ടുവരണമെന്നാണ് നിർദ്ദേശം. മാർഗരേഖ തയ്യാറാക്കി ആശയാടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് സംഘം ചേരുന്നതിന് അനുമതി നൽകണമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കുട്ടികളുടെ ആശയാടിസ്ഥാനത്തിലുള്ള സംഘം ചേരൽ, ആത്മഹത്യ, വിഷാദരോഗ പ്രവണതകൾ, ലഹരി അടിമത്വം തുടങ്ങിയവ ഇതിലൂടെ കുറയ്ക്കാനാകുമെന്നാണ് നിരീക്ഷണം. രാഷ്ട്രീയ ആശയ നിലപാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെ പെരുമാറണമെന്ന അനുഭവ പാഠങ്ങൾ പ്രായത്തിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ലഭിക്കണം. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ശിക്ഷാർഹമാണെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പ്രകാരം 2023 നവംബർ 10-ന് ഇറക്കിയ സർക്കാർ ഉത്തരവും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനാധിപത്യ രീതിശാസ്ത്രം കുട്ടികൾക്ക് സ്വായത്തമാക്കാൻ കഴിയും വിധം സ്കൂൾ പാർലമെന്റ് 5ാം ക്ലാസ് മുതൽ നിർബന്ധമാക്കണം. സ്കൂളിലുള്ള വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനാസൂത്രണം, നിർവഹണം, പ്രവർത്തനങ്ങളും വിലയിരുത്തൽ എന്നിവ സ്കൂൾ പാർലമെന്റിന്റെ ചുമതലയാകണം. സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പൊതുരൂപം, അതിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പൊതുമാർഗരേഖയും വികസിപ്പിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചതിനാൽ വിദ്യാർത്ഥി രാഷ്ട്രീയം തിരിച്ചുകൊണ്ടുവരാൻ സർക്കാരിന് സാധിക്കും.